botany chapter plant growth and development. ഈ ചാപ്റ്ററിനകത്ത് ഫോക്കസ് ഇരിക്കുന്നത് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു ടേം PGR, അതിൻ്റെ എക്സ്പാൻഷൻ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ മീൻസ് the chemical substances which regulate the growth of a plant. ഒരു ചെടിയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കൾ. The plant growth regulators are small simple molecules of diverse chemical composition. പലതരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് പ്ലാന്റ്സിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നുണ്ട്. അതിനെ ഒരുമിച്ച് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ദേ മേ ബി ഇൻഡോൾ കോമ്പൗണ്ട്സ്. ഇൻഡോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, അതടങ്ങിയ വസ്തുക്കളാകാം. അഡെനിൻ ഡെറിവേറ്റീവ്സ് ആകാം. അഡെനിൻ മീൻസ് ഇറ്റ് ഇസ് എ പ്യൂറിൻ. അഡെനിൻ ഗ്വാനിൻ, പ്യൂറിൻ നൈട്രജൻ ബേസ്. അഡെനിൻ അടങ്ങിയ വസ്തുക്കളാകാം. കറോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സ് ഓർ ഗ്യാസസ്. എത്തിലീനൊക്കെ ഗ്യാസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസ് പ്ലാന്റ്സിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഇൻ ഷോർട്ട് PGR. Plant growth regulators are small simple molecules of diverse chemical composition. They may be indole compound, adenine derivative, carotenoid derivative or gases. ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ്. അതിനെ വളർച്ചയെ ത്വരിതപ്പെടുത്തും, അതിന് വളർച്ചയുടെ സ്പീഡ് കൂട്ടുന്ന ആൾക്കാരെ നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് PGR എന്നാണ് പറയുക. ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് PGR ഉണ്ട്, ഗ്രോത്ത് പ്രൊമോട്ടിംഗും ഉണ്ട്. PGRs ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെൻറ്റ്, ഫ്ലവറിംഗ് ഇൻ പ്ലാന്റ്സ്, ഫ്രൂട്ടിംഗ് ഇൻ പ്ലാന്റ്സ്, ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡ് ഫോർമേഷൻ. ദീസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. നിങ്ങൾ 10th പ്ലാന്റ് ഹോർമോൺസ്, ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിരിക്കുന്നു. പ്ലാന്റ്സിനകത്തുള്ള ഹോർമോൺസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളുണ്ട്. ദ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് ദേ ആർ കമ്മിങ് അണ്ടർ PGRs ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ്. അത്തരത്തിലുള്ള കെമിക്കൽസ് ഓക്സിൻ, ഗിബർലിൻ ആൻഡ് സൈറ്റോകിനിൻ, ദീസ് ആർ കമ്മിങ് അണ്ടർ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് PGR. PGRs ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്. Abscission, seed dormancy. Abscission means detachment of plant parts. Leaves ഒക്കെ എന്ത് ചെയ്യും, അത് പഴുത്ത് കഴിഞ്ഞാൽ ലീവ്സൊക്കെ അതിൻ്റെ സമയത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പ്ലാന്റ്സിന് പഴുത്ത് ഡിറ്റാച്ച് ചെയ്ത് അത് അടർന്നു പോകും. അതുപോലെ ഫ്രൂട്ട്സ് പാകമായി കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്ന് കണക്ഷൻ വിട്ട് താഴോട്ട് വീഴുന്നു. അതൊക്കെ നമ്മൾ അബ്സിഷൻ ഓഫ് പ്ലാന്റ് പാർട്സ് എന്ന് പറയാം, ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്സ്. ഡോർമൻസി മീൻസ് പ്രവർത്തനരഹിതമാകാം. സീഡ് ഡോർമൻസി, സീഡ് എന്ത് ചെയ്യും, ഒരു നിശ്ചിത സമയം വരെ എന്ത് ചെയ്യും, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ അത് അവിടെ തന്നെ കിടക്കും. അതിന് സ്യൂട്ടബിൾ കണ്ടീഷൻ കിട്ടുമ്പോഴാണ് അത് മുളയ്ക്കുന്നത്. അത് വരെയുള്ള കണ്ടീഷൻ വിളിക്കുമ്പോൾ സീഡ് ഡോർമൻസി എന്ന് പറയാം. അത്തരത്തിൽ അബ്സിഷൻ, ഡോർമൻസി ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾ, ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾ. ഒരു സീഡ് അതിന് ഡോർമൻസി സ്റ്റേറ്റിലാണെങ്കിൽ അത് വളർന്നു വരുന്നില്ല, അത് ചെടിയായി മാറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത സമയം വരെ സ്യൂട്ടബിൾ കണ്ടീഷൻ കിട്ടുന്നവരെ എന്ത് ചെയ്യും, സീഡിനകത്ത് അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അബ്സിഷൻ, സീഡ് ഡോർമൻസി ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് നമ്മൾ അബ്സിസിക് ആസിഡ്, എത്തിലീൻ ഇവരൊക്കെയാണ് ദ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്. അതിൽ ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 5 ഹോർമോൺസ് അറിയണം. ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ, അബ്സിസിക് ആസിഡ്, എത്തിലിൻ. അതിൽ എത്തിലിനും അബ്സിസിക് ആസിഡും ഇൻഹിബിറ്റ് ഗ്രോത്ത് ആക്ടിവിറ്റീസ്, മുകളിൽ പറഞ്ഞ ആൾക്കാർ പ്രൊമോട്ട് ഗ്രോത്ത് ആക്ടിവിറ്റീസ്. അത്തരത്തിൽ നമ്മൾ PGR 2 ഗ്രൂപ്പാക്കി തിരിച്ചു. ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസും ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും. ഓക്കെ, നമ്മളിതിനകത്തുള്ള ഓരോ ഹോർമോൺസിനെയും നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനെ, ഫൈറ്റോ ഹോർമോൺസിനെ പരിചയപ്പെടണം. അതിൽ ഒന്ന് ഓക്സിൻ. ഓക്സിൻ അതിൻ്റെ നാച്ചുറൽ ഓക്സിനുണ്ട്, സിന്തറ്റിക് ഓക്സിനുണ്ട്. നാച്ചുറൽ ഓക്സിൻ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നാണ് പറയുക, IAA. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആകാം, അല്ലെങ്കിൽ ഇൻഡോൾ ബ്യൂട്ടൈറിക് ആസിഡ് ആകാം.
ഇൻഡോൾ അസറ്റിക് ആസിഡും ഇൻഡോൾ ബ്യൂട്ടാരിക് ആസിഡും നാച്ചുറൽ ഓക്സിന് സസ്യങ്ങളിൽ കാണപ്പെടുന്ന അതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ആൾക്കാരാണ് ഓക്സിൻ. അതിൽ സിന്തറ്റിക് ഓക്സിൻ നാഫ്തലീൻ അസറ്റിക് ആസിഡ് NaA 2,4-D. അപ്പോൾ 2,4-Dയും നാഫ്തലീൻ അസറ്റിക് ആസിഡും സിന്തറ്റിക് ഓക്സിൻസിന് എക്സാമ്പിൾ. ഓക്സിൻ്റെ പ്രയോജനം ഫങ്ഷൻസ് ഓഫ് ഓക്സിൻ ഇൻ പ്ലാന്റ്സ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്. മുറിഞ്ഞ ഭാഗത്ത് വീണ്ടും റൂട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സ്റ്റെം പാർട്ടൊക്കെ കട്ട് ചെയ്ത് വളർത്തുമ്പോൾ അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് വീണ്ടും റൂട്ട്സ് വരുന്നത് ഈ ഓക്സിൻ്റെ പ്രയോജനം. അപ്പോൾ ഓക്സിൻ ഹോർമോൺസിലൊക്കെ നമ്മൾ സിന്തറ്റിക് ഹോർമോണിലൊക്കെ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത്തരത്തിലാണ് ഈ അഗ്രികൾച്ചറൽ ഹോർട്ടിക്കൾച്ചർ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത് അവർ പെട്ടെന്ന് ചെടികൾ വളർത്തിയെടുക്കുന്നത്. ഓക്സിൻ അടങ്ങിയ കെമിക്കൽസ് ഓക്സിൻ ആ മുറിഞ്ഞ ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ വേഗത്തിൽ റൂട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്. മറ്റൊന്ന് പ്രൊമോട്ട് ഫ്ലവറിങ്, ഫ്ലവേഴ്സ് ഉണ്ടാകാൻ സഹായിക്കുന്നു. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി മീൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഫ്ലവർ ഫ്രൂട്ടായി മാറുന്ന പ്രോസസ്സാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയുക. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി, പ്രൊമോട്ട് ഫ്ലവറിങ്, ഇതൊക്കെ അഗ്രികൾച്ചർ ഫീൽഡിൽ പല രീതിയിൽ കർഷകരെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇതിനൊക്കെ അവർ ഓക്സിൻ അവർ സ്പ്രേ ചെയ്ത് എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും. റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്, പ്രൊമോട്ട് ഫ്ലവറിംഗ്, ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. മറ്റൊരു പ്ലാന്റ് ഹോർമോൺ ഗിബർലിൻ. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഗിബർലിൻ അല്ലെങ്കിൽ ഗിബർലിക് ആസിഡ് എന്ന് പറയുന്നത് GA, ഗിബർലിക് ആസിഡ് 1, ഗിബർലിക് ആസിഡ് 2, ഗിബർലിക് ആസിഡ് 3, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിബർലിക് ആസിഡ്സ് ഉണ്ട്. commonly called gibberellins. അതിൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം. സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി, ഇപ്പോൾ ഷുഗർ കെയിനിലൊക്കെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി ആൾക്കാർ ഗിബർലിൻ സ്പ്രേ ചെയ്യാറുണ്ട്. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം. ഡിലേ സെനിസെൻസ്. സെനിസെൻസ് മീൻസ് വാർദ്ധക്യം പ്രാപിക്കുക, പെട്ടെന്ന് പ്രായമെത്തുന്നത് തടയുന്നു. അപ്പം ഡിലേ സെനിസെൻസ്, പെട്ടെന്ന് പഴങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഴുത്ത് പാകമാകുന്നത് ഒരു മാർക്കറ്റ് വാല്യൂ കിട്ടുന്നവരൊക്കെ എന്ത് ചെയ്യാം, അത് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ കർഷകർ ഫാമേഴ്സ് ഗിബർലിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ഡിലേ സെനിസെൻസ്, ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം. അപ്പോൾ ഓരോ പ്ലാന്റ് ഹോർമോണും അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഗിബർലിക് ആസിഡ് കോമൺലി കോൾഡ് ഗിബർലിൻ, ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം. ഇതൊക്കെ പല രീതിയിൽ ഫാമേഴ്സിന് യൂസ്ഫുൾ ആണ്. ഡിലേ സെനിസെൻസ്. സെനിസെൻസ് മീൻസ് പെട്ടെന്ന് ഏജ് എത്തുന്ന ആ സെനിസെൻസ് പറഞ്ഞാൽ വാർദ്ധക്യം, പെട്ടെന്ന് ഏജ് എത്തുക, അതിനെ ഒരു ഘട്ടം വരെ ഒരു സമയം വരെ നീട്ടിക്കൊണ്ടുപോകാനാണ് ഡിലേ സെനിസെൻസ്. നെക്സ്റ്റ് സൈറ്റോകിനിൻ. ഇറ്റ് ഈസ് ആൾസോ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് പ്ലാന്റ് ഹോർമോൺ. സൈറ്റോകിനിൻ യൂസസ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ. ഇറ്റ് സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ. കോശ വിഭജനം ത്വരിതപ്പെടുത്തുന്നു. ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ്. ദ ഫോർമേഷൻ ഓഫ് ന്യൂ ലീവ്സ് ഇൻ പ്ലാന്റ്സ് ബൈ സൈറ്റോകിനിൻ. ആനിമൽസിൽ, ഹ്യൂമൻ ബീങ്സിലൊക്കെ ഹോർമോൺസ് അത് ഓരോ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ പ്ലാന്റ്സിനകത്തും അതിൻ്റെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈറ്റോ ഹോർമോൺസ് ഉണ്ട്. അതിൽ വരുന്ന ആൾക്കാരാണ് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ. എത്തിലിൻ. ഇറ്റ് ഈസ് എ ഗ്യാഷ്യസ് ഹോർമോൺ. എത്തിലിൻ നിങ്ങൾക്കറിയാം, ഫ്രൂട്ട്സ് പഴുത്ത് പാകമാകാൻ വേണ്ടി പ്ലാന്റ്സിനെ സഹായിക്കുന്ന ആൾ എത്തിലിൻ. നമ്മൾ എത്തിലിൻ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് പെട്ടെന്ന് പാകമാകും. ഹെൽപ്പ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. പ്രൊമോട്ട് സെനിസെൻസ്. നേരത്തെ ഡിലേ സെനിസെൻസ് ആയിരുന്നു. ഗിബർലിക് ആസിഡ് ഡിലേ സെനിസെൻസ്. ഈ എത്തിലിനാണെങ്കിൽ പ്രൊമോട്ട് സെനിസെൻസ്, വേഗത്തിൽ പാകമെത്താൻ വേണ്ടി സഹായിക്കും. പ്രൊമോട്ട് സെനിസെൻസ്. ഇറ്റ് ബ്രേക്സ് സീഡ് ഡോർമൻസി. അപ്പോൾ സീഡ് ഡോർമൻസി പറയുമ്പോൾ എന്താണെന്നോ, പ്രവർത്തന രഹിതമായിരിക്കുക. അപ്പോൾ സീഡ് ഡോർമൻസി എത്തിലിൻ വരുമ്പോഴേ എന്ത് ചെയ്യുക, പെട്ടെന്ന് അതിൻ്റെ സീഡ് കവർ പൊട്ടിയിട്ട് അത് ചെടി മുളച്ച് വരാൻ സഹായിക്കും. ഇറ്റ് ബ്രേക്സ് സീഡ് ഡോർമൻസി. ഇപ്പോൾ സ്യൂട്ടബിൾ കണ്ടീഷൻ കിട്ടുമ്പം എതിലിനാണ് സീഡിന്ന് പുതിയ പ്ലാന്റ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾ. ഇറ്റ് ബ്രേക്ക് സീഡ് ഡോർമൻസി, പ്രൊമോട്ട് സെനിസെൻസ് ആൻഡ് ഹെൽപ്പ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. അബ്സിസിക് ആസിഡ്. It is also a plant hormone. It inhibits seed germination. പ്ലാന്റ്സിന് നേരത്തെ നമ്മൾ പറഞ്ഞ എത്തിലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പ്ലാന്റ്സിൽ അതിൻ്റെ സീഡ് പുതിയ പ്ലാന്റായി മാറുന്നത്
ഒരു പരിധിവരെ തടയുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. ഇത് സ്റ്റിമുലേറ്റ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ ആൻഡ് ഇൻക്രീസസ് ദ ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വാരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ, ലീവ്സിനകത്ത് കാണുന്ന സ്റ്റൊമാറ്റ, ആ സ്റ്റൊമാറ്റയുടെ ആ ഓപ്പണിങ്ങിന് വരെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിട്ട് ഇപ്പം ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ വരുമ്പം പ്ലാന്റ്സിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിജീവിക്കാൻ വേണ്ടി അതിൻ്റെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് നിർത്തും. അങ്ങനെ പ്ലാന്റ്സിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് അതിന് അഡ്വേഴ്സ് കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾ അബ്സിസിക് ആസിഡ്. നമ്മുടെ എമർജൻസി ഹോർമോണൊക്കെ ഇല്ലേ, അതേപോലെ അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺ, അതേപോലെ ഇത് സ്റ്റിമുലേറ്റ്, അബ്സിസിക് ആസിഡ് സ്റ്റിമുലേറ്റ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ ആൻഡ് ഇൻക്രീസസ് ദ ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വാരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ്. അതുകൊണ്ട് നമ്മൾ അബ്സിസിക് ആസിഡിനെ സ്ട്രെസ് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്ലാന്റ്സിനകത്തുള്ള സ്ട്രെസ് ഹോർമോൺ, ദറ്റ് ഈസ് അബ്സിസിക് ആസിഡ്. അതിന് അങ്ങനെ വിളിക്കാനുള്ള കാരണം ഇറ്റ് ഇൻക്രീസസ് ദ ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വാരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. ഓരോ പ്ലാന്റ് ഹോർമോൺസും അത് ആ ഹോർമോൺസിന് നമ്മൾ ആ കെമിക്കൽ സബ്സ്റ്റൻസിന് 2 ഗ്രൂപ്പാക്കി തിരിച്ചു. ഗ്രോത്ത് പ്രൊമോട്ടിംഗ് PGR, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് PGR. അതിൽ ഓരോ ഹോർമോണും അതിൻ്റെ പ്ലാന്റ്സിനുള്ള പ്രയോജനവും. മറ്റൊരു ബയോളജി ടേം ഫോട്ടോപീരിയോഡിസം. Photons means light. Photoperiodism. Some plants require a periodic exposure to light to induce flowering. ചില പ്ലാന്റ്സിൽ ഫ്ലവറിങ് നടക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റ് അതിന് കിട്ടിയിരിക്കണം. അപ്പോഴും നമ്മളൊരു ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയും. ആ ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും ചില പ്ലാന്റ്സിന് അധികമായിട്ട് ലൈറ്റ് കിട്ടുമ്പോഴാണ് ഫ്ലവറിങ് നടക്കുക, ചില പ്ലാന്റ്സിന് അതിനേക്കാളും കുറയുമ്പോഴാണ് ഫ്ലവറിങ് നടക്കുക. അതുകൊണ്ട് പല കാലാവസ്ഥയിലും ചെടികളിൽ ഫ്ലവേഴ്സ് ഉണ്ടാകാത്തത്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഫ്ലവേഴ്സ് നല്ലോണം ഉണ്ടാകുന്ന പ്ലാന്റ്സിന് നമ്മൾ അത്തരം കണ്ടീഷൻ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ചെടി വളരുന്നില്ലാതെ അതിന് ഫ്ലവറിങ് നടക്കില്ല. അപ്പോൾ ചില പ്ലാന്റ്സിന് ഫ്ലവറിങ് ലൈറ്റിൻ്റെ ആ എക്സ്പോഷറുമായി ബന്ധമുണ്ട്. സം പ്ലാന്റ്സ് റിക്വയർ എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റ് ടു ഇൻഡ്യൂസ് ഫ്ലവറിങ്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സിനെ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയും. ലോങ് ഡേ, ഷോർട്ട് ഡേ, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അതിൽ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് പ്ലാന്റ്സ് റിക്വയർ ദ എക്സ്പോഷർ ടു ലൈറ്റ് ഫോർ എ പീരീഡ് എക്സീഡിങ് ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റ് അതിനേക്കാളും കൂടുതൽ ലഭിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ഫ്ലവറിങ് നടക്കുന്നത്. ചില പ്ലാന്റ്സിൽ ആ ക്രിട്ടിക്കൽ ഡ്യൂറേഷനേക്കാളും കുറവ് കിട്ടുമ്പോഴാണ്, കൂടുതൽ കിട്ടിയാൽ ഫ്ലവറിങ് ഉണ്ടാവില്ല. കുറഞ്ഞ ലൈറ്റ് എക്സ്പോഷറിൽ എന്ത് ചെയ്യുക, ഫ്ലവേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ചെടികൾക്ക് വെളിച്ചം ലൈറ്റ് കൂടുതൽ കിട്ടുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകും. ചില ചെടിയിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകില്ല, കുറയുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകും. ഇപ്പോൾ ലോങ് ഡേ പ്ലാന്റ്സ് ആണെങ്കിൽ ദീസ് പ്ലാന്റ്സ് റിക്വയർ ദ എക്സ്പോഷർ ടു ലൈറ്റ് ഫോർ എ പീരീഡ് എക്സീഡിങ് ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റ് അതിനേക്കാളും കൂടുമ്പോൾ, ആ ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും കൂടുതൽ ലൈറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഉണ്ട്. എന്നാൽ ദ പ്ലാന്റ്സ് റിക്വയർ ലൈറ്റ് ഫോർ എ പീരീഡ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ, ദറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അതിനൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് എന്ന് പറയും. ആ റെഡ് ലൈൻ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ്. അതിനേക്കാളും എബോവ് ലൈറ്റ് എക്സ്പോഷർ ആണെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതിൽ ലൈറ്റിൻ എക്സ്പോഷർ കുറയുമ്പോഴെന്ത് ചെയ്യും, ആ ചെടിയിൽ ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ ലോങ് ഡേ പ്ലാന്റ്സ് ആണെങ്കിൽ ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും അധികം ലൈറ്റ് കിട്ടുമ്പോഴാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക. എന്നാൽ സെക്കൻഡ് ഡയഗ്രാം ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആണെങ്കിൽ ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും ലോ ലൈറ്റ് ആണെങ്കിൽ, ബിലോ ആണെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, എബോവ് ആണെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാകില്ല. ആ സമയത്ത് ഡേ ന്യൂട്രൽ ആണെങ്കിൽ ഈ ക്രിട്ടിക്കൽ പീരീഡ് ഒരു പെർട്ടിക്കുലർ പീരീഡുമായിട്ട് ബന്ധമില്ല. ലൈറ്റ് എക്സ്പോഷറും ഫ്ലവറിങ് തമ്മിൽ ബന്ധമില്ലെങ്കിൽ അത്തരം പ്ലാന്റ്സ് നമ്മൾ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയും. അപ്പോൾ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് ആണെങ്കിൽ ദീസ് പ്ലാന്റ്സ് ഹാവ് നോ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ്പോഷർ ടു ലൈറ്റ് ഡ്യൂറേഷൻ ആൻഡ് ഫ്ലവറിങ് റെസ്പോൺസ്. ഓക്കെ, ഇപ്പോൾ ഫ്ലവറിങ്ങും ലൈറ്റ് എക്സ്പോഷർ തമ്മിൽ ബന്ധമില്ലാത്ത പ്ലാന്റ്സ് ആണെങ്കിൽ ദേ ആർ കോൾഡ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അതിൽ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിനേക്കാളും ലൈറ്റ് എക്സ്പോഷർ കൂടുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ ലോങ് ഡേ പ്ലാന്റ്സ്, കുറവിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതെങ്കിൽ ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അങ്ങനെ പ്ലാന്റ്സിന് നമ്മൾ ആ ഒരു ഫെനോമിൻ്റെ പേരാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ദിസ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു പീരീഡ്സ് ഓഫ് ഡേ ഓർ നൈറ്റ് ഈസ് ടേംഡ്. അപ്പം നൈറ്റ് കൂടുതലും ഡേ കുറവും ചില പ്ലാന്റ്സ് എന്തായിരിക്കും, ഫ്ലവേഴ്സ് ഉണ്ടാകാൻ സഹായിക്കും. അപ്പം ലൈറ്റ് എക്സ്പോഷർ കുറയും. ചില പ്ലാന്റ്സിൽ ഡേ
കൂടുതലും നൈറ്റ് കുറയുമ്പോഴെന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ഈ ഡേയ്സിന് എന്ത് ചെയ്യും, ഓരോ കാലാവസ്ഥ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഡേ കൂടിയ, പകൽ കൂടിയ, രാത്രി കുറഞ്ഞ സമയങ്ങളുണ്ട്, പകൽ കുറഞ്ഞ രാത്രി കൂടിയ സമയങ്ങളുണ്ട്. അപ്പോൾ ലൈറ്റ് എക്സ്പോഷർ കുറയുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ്, ലൈറ്റ് എക്സ്പോഷർ കൂടുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ്. ദിസ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു പീരീഡ് ഓഫ് ഡേ ഓർ നൈറ്റ് ഈസ് ടേംഡ് ഫോട്ടോ പീരിയോഡിസം. അപ്പോൾ ഫോട്ടോ പീരിയോഡിസം വെച്ചുകൊണ്ട് പ്ലാന്റ്സ് 3 ഗ്രൂപ്പ് ഉണ്ട്. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഇനി മറ്റൊരു ലാസ്റ്റ്, ഈ ചാപ്റ്ററിനകത്തുള്ള ലാസ്റ്റ് ടോപ്പിക് വേർണലൈസേഷൻ എന്ന് പറയും. വേർണലൈസേഷൻ ഇൻ സം പ്ലാന്റ്സ് ഫ്ലവറിംഗ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പോഷർ ടു ലോ ടെമ്പറേച്ചർ. നേരത്തെ ലൈറ്റ് ആണ്, ഇവിടെ ടെമ്പറേച്ചറുമായി ബന്ധമുണ്ട്. ടെമ്പറേച്ചർ കുറഞ്ഞ കണ്ടീഷനിൽ, ടെമ്പറേച്ചർ കുറഞ്ഞ കാലാവസ്ഥയിൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കണ്ടീഷൻ. ഇൻ സം പ്ലാന്റ്സ് ഫ്ലവറിങ്, ഇതൊക്കെ നമ്മൾ ഈ ഊട്ടി ഭാഗങ്ങളിലൊക്കെ നല്ല ഫ്ലവേഴ്സും ബ്രൈറ്റ് കളേഴ്സൊക്കെ ഫ്ലവേഴ്സിനുണ്ടാവും. അതൊക്കെ എന്താണോ ഈ ടെമ്പറേച്ചറുമായിട്ട് അതിന് ബന്ധമുണ്ട്. ലോ ടെമ്പറേച്ചറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളാണ്. ഇൻ സം പ്ലാന്റ്സ് ഫ്ലവറിംഗ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പോഷർ ടു ലോ ടെമ്പറേച്ചർ. ദിസ് ഫെനോമിനൻ ഈസ് കോൾഡ്. ഇപ്പോൾ ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ്. ടെമ്പറേച്ചർ കുറഞ്ഞ തണുത്ത കാലാവസ്ഥ എന്ത് ചെയ്യും, ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് വേർണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഫോക്കസ് ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ഭാഗം, ഇതിനകത്ത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്ലാന്റ് ഹോർമോൺസ്. ദേ ആർ small simple molecules of diverse chemical composition. They may be indole compound, carotenoid derivatives, gases or adenine derivatives. These plant growth regulators are 2 types: growth promoting, growth inhibiting. The regulators involved in growth promoting activities, example auxin, gibberellin and cytokinin. The regulators involved in growth inhibiting activities, abscisic acid and ethylene. The plant hormones, auxin, synthetic auxin, natural auxin. Natural auxin is indole 3-acidic acid or indole butyric acid. The synthetic auxin, NAA, naphthalene acetic acid or 2,4-D. Functions of auxin, gibberellin, common name, correct gibberellic acid different types 1, 2, 3 etc. They increase the length of the stem. പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂടാൻ വേണ്ടി സഹായിക്കുമ്പം ഷുഗർ കെയിലൊക്കെ നീ ലെങ്ത് കൂടുമ്പോൾ കർഷകർക്ക് ലാഭം കിട്ടും. അതിൽ ലെങ്ത് കൂട്ടാൻ വേണ്ടി കർഷകർ സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗിബെർലിനെയാണ്. ആൻഡ് ആൾസോ ഡിലേ സെനിസെൻസ്, cytokinin, ethylene is a gaseous plant hormone, phytohormone. It is very essential for the ripening of fruit. Abscisic acid, it is commonly called stress hormone. Photoperiodism, based on photoperiodism, plants are long day plants, short day plants, day neutral plants. Vernalization, it is the flowering based on low temperature. Okay, ഈ ക്ലാസ്സിൽ ഇരുന്ന എല്ലാവർക്കും നന്ദി.